പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് സാങ്കുട്ടി. എൻ്റെ ഭാര്യയാണ് ഉടമ്പടി എടുത്തത്. 2022 11 മാസം 2022 22/11/2022 ഞങ്ങൾ ഉടമ്പടി എടുത്തത് 6 നിയോഗങ്ങൾ ഞങ്ങൾ വെച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഉടമ്പടി ധ്യാനമൊക്കെ കഴിഞ്ഞ് 1:30 മണിയായപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നു, ഒരു സ്ത്രീ വന്നപ്പം ഞാൻ സത്യത്തിൽ സ്ത്രീയെ കണ്ടില്ല. ഞാൻ അകത്തെ മുറിയിലേക്ക് പോയപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഇടേ ഇത്തരം ചോറ് വിളമ്പ് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. ഇവളെ വിളിച്ചിട്ട് കാണുന്നില്ല. അതിന് ഞാൻ തിരിച്ചു വന്നോണ്ടേ ഒരു സ്ത്രീയുമായിട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വന്ന ഒരു ആളാ സംസാരിക്കാൻ വിചാരിച്ചു. ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൂടെ വന്ന് ഡോറെ നോക്കിയപ്പോൾ പരിശുദ്ധ അമ്മയാണ് ഞാൻ കാണുന്നത്. സിൽവർ ഗ്രേയിലാണ് ഞാൻ കാണുന്നത്. ഒരു 3 മിനിറ്റ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞ് അത് ചെറുകെ മാഞ്ഞു പോന്നു. അത് കഴിഞ്ഞ് ഞാൻ ആ സ്ത്രീ അന്നേരം എനിക്ക് സംസാരിക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ ചോദിച്ചു എന്തിനാണ് വന്നത്. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, മോനെ എൻ്റെ മോള് നേഴ്സിംഗ് പഠിക്കുകയാണ്. ഞാനിങ്ങനെ വീടുകളിൽ വന്ന് ഇങ്ങനെ ഭിക്ഷ യാചിക്കുന്ന പോലെ യാചിച്ചാണ് എൻ്റെ മോളെ പഠിപ്പിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ഉച്ചയ്ക്ക് വല്ല ആഹാരം വല്ലതും കഴിച്ചോ? എന്നോട് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ആഹാരം വിളമ്പിയാൽ കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആ സ്ത്രീയെ പെരക്കകത്ത് കയറ്റി ഞാനും ഇവളും ഇവിടെ ആഹാരം കഴിക്കുകയും, അപ്പം ഞാൻ അന്നേരം ചോദിച്ചു, നല്ല സാരിയൊക്കെയാണല്ലോ ഇവിടുത്തെ. എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ പറഞ്ഞു, എടി ഈ വന്ന ആൾക്ക് നീ ഉടുക്കാത്ത നല്ല 3 സാരി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം സാധാരണ പെണ്ണുങ്ങൾ പറയും സാരിയൊക്കെ കൊടുക്കാൻ മടിയുള്ളവരാ. പക്ഷേ എൻ്റെ ഭാര്യ അവനോടൊന്നും മറുത്തു പറഞ്ഞില്ല. പക്ഷേ ഞാൻ അവൾക്ക് 3 സാരിയും അവർക്ക് കൊടുത്തു. എൻ്റെ ഇരുന്ന കുറേ പൈസയും ഞാൻ അവർക്ക് കൊടുത്തു. ഞാനങ്ങ് വേറെ ജോലിക്ക് പോവുകയും ചെയ്തു. ഞാൻ ഈ 6 നിയോഗങ്ങൾ വെച്ചതിൽ ഒന്നാമത്തെ നിയോഗം 2023 3-ാം മാസമാണ്. എനിക്ക് 38 വർഷം പഴക്കമുള്ള ഒരു വാഹനമുണ്ട്. ആ വാഹനം അതിന് പാസിങ് 3-ാം മാസമാണ്. ഞാൻ പാസിങ്ങിന് വേണ്ടി വലിയ കാര്യമായിട്ടൊന്നും അത് പണിഞ്ഞില്ല. കാരണം സ്റ്റിയറിങ്ങിന് തന്നെ 1 റൗണ്ട് പ്ലേ ഉണ്ട്. ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മ വരുവാണെങ്കിൽ ഈ വണ്ടി പാസ്സാവും. ഞാൻ കൊണ്ടുപോയാൽ ഒരിക്കലും ഇത് പാസ്സാകത്തില്ല. ഞാനിങ്ങനെ അമ്മയുടെ കാശുരൂപം കൊണ്ട് 23-ാം മാസത്തിൽ ഞാൻ 23-ാം തീയതി പോയി. ഞാൻ ചെന്നപ്പോൾ ഒരു 10-75 വണ്ടികൾ ഇങ്ങനെ നിരത്തിയിട്ടേക്കുവാണ് പാസിങ്ങിന് വേണ്ടി. പാസിങ്ങിന് വെഹിക്കിൾ ഇൻസ്പെക്ടർ വന്ന് പാസിങ് ഒരു 6 വണ്ടിയുടെ ചെയ്ത് കഴിഞ്ഞു. എനിക്കിടാൻ സ്ഥലമില്ല. ഞാൻ ഈ പാസിങ് കഴിഞ്ഞ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടിട്ടു. 1 മിനിറ്റിനുള്ളിൽ വണ്ടി നിർത്തുന്നതിന് മുമ്പ് വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇറങ്ങി വരികയും വന്ന് വണ്ടിയുടെ എഞ്ചിൻ നമ്പർ നോക്കുകയും ചേസ് നമ്പർ നോക്കുകയും എല്ലാം ചെയ്തു. 3 മിനിറ്റ് കൊണ്ട് എൻ്റെ വണ്ടി പാസ്സാക്കി കൈ തന്നു. എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ 34 വർഷം കൊണ്ട് വാഹനം ഓടിക്കുന്നതാണ്. എന്തുവേലും കാരണത്താൽ നമ്മുടെ ആ വണ്ടി പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഈ വർഷം മാത്രമേ ഉള്ളൂ, 2023 മാത്രമേ ഉള്ളൂ 3 മിനിറ്റ് കൊണ്ട് എൻ്റെ വണ്ടി പാസ്സാക്കി തന്നത്. രണ്ടാമത്തെ ഒരു നിയോഗം, ഞാൻ 1 ലക്ഷം രൂപ സൊസൈറ്റിയിൽ എൻ്റെ വസ്തു വെച്ച് ലോൺ വെച്ചിട്ടുണ്ട്. 1 ലക്ഷം രൂപ എടുത്തു. 20,000 രൂപ ഞാൻ അടച്ചു. 80,000 രൂപ ബാക്കി കൊടുക്കാറുണ്ട്. 2019-20 കാലങ്ങളിൽ ഞാൻ പൈസ അടയ്ക്കാൻ പോയേയില്ല. ഞാൻ പോയി ഇങ്ങനെ വളരെ വിഷമത്തിൽ ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാൾ, വർഷങ്ങളായി പുള്ളിക്കാരൻ ഗൾഫിലാണ്, പക്ഷേ ഇന്നേ നാഴി വരെ ഒരു മുട്ടായി പോലും എനിക്ക് തന്നിട്ടില്ല. ഞാനിങ്ങനെ വിഷമിച്ച് എന്നോട് പറഞ്ഞു, സാങ്കുട്ടി നീ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, അച്ഛാ ഇത് എൻ്റെ വസ്തു ലോണിലാണ്, ബാങ്ക് അങ്ങ് പൊട്ടിപ്പോവുകയും ചെയ്തു. എൻ്റെ പ്രമാണം അവിടെ ഇരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ബാങ്കിലൊന്ന് പോകാം. ഞാനും അച്ഛനും കൂടെ വണ്ടി എടുത്തുകൊണ്ട് ആ ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്നാൽ ഡോറുകൾ മൊത്തം അടച്ചിട്ടൊക്കെയാണ്. ഒരു ചെറിയ ഡോറ് മാത്രമേ തുറന്നിട്ടുള്ളൂ.
ഞാൻ പറഞ്ഞ സാറേ, ഞാൻ വന്നത് എൻ്റെ ലോണ് ഒന്ന് നോക്കാൻ വേണ്ടി വന്ന, എത്ര രൂപ അടയ്ക്കാനുണ്ട് എന്നറിയാൻ വേണ്ടി. നോക്കി വരണേ 1,20,000 രൂപ അടയ്ക്കാനുണ്ട്. അത് കഴിഞ്ഞ് അപ്പം ഞാൻ ചോദിച്ചു, അപ്പം വന്ന ആൾ എന്നോട് ചോദിച്ചു, ഇതൊന്നിച്ചടയ്ക്കുവാണെങ്കിൽ എത്ര രൂപ കുറയ്ക്കുമെന്ന് ചോദിച്ചു. 2,000 രൂപ കുറയ്ക്കാമെന്ന് പറഞ്ഞു. ആ വന്ന ആൾ എന്നോട് പറഞ്ഞു, സാൻകുട്ടി ഞാൻ പൈസ തരാം, നിനക്ക് 1,18,000 രൂപ എനിക്ക് എടുത്തു തന്നേച്ച് എൻ്റെ പ്രമാണം എടുത്തു തന്നു. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനുമാണ് അത് ചെയ്തു തന്നെ. ഇന്നേ നാഴി ഒരു മുട്ട തരാത്ത മനുഷ്യനാണ്. മൂന്നാമത്തെ നിയോഗം, എനിക്കൊരു ഭവനം നല്ലതുപോലുള്ള ഇല്ല. അത് മഴ പെയ്താൽ അങ്ങ് ചോർന്നൊലിയുന്ന ഒരു പെരയാണ്. വലിയ വിഷമത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഒരു 2-3 വർഷം കൊണ്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് ഒന്ന് വീട് പണിയാൻ വേണ്ടി. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു 5 പൈസയില്ല. എൻ്റെ എനിക്കൊരു മോളേ ഉള്ളൂ. അവൾ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ പഠിച്ചതിൻ്റെ കടമുണ്ട്, വിട്ടതിൻ്റെ കടമുണ്ട്. അവളെ അതിൻ്റെ ഇടയ്ക്ക് ഗൾഫിൽ നിന്ന് പോയി, പക്ഷേ വിട്ടതും കടമായി. എല്ലാം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, കർത്താവേ, ഞാനിതൊന്ന് ശരിയാക്കും. എനിക്കറിയാൻ വയ്യ. പരിശുദ്ധി അമ്മയും തിരുക്കുമാരനും കൂടെ എനിക്ക് എവിടുന്നേക്കോ കുറേ പൈസ എവിടുന്ന് കിട്ടിയെന്ന് പോലും എനിക്കിപ്പം നല്ല ഓർമ്മയില്ലെന്ന് എനിക്ക് തോന്നി. 13,50,000 രൂപ ഞാൻ വീട് പണിഞ്ഞെല്ലാം ക്ലിയറാക്കി വന്നപ്പോൾ, വീടിൻ്റെ ഒരു ഹാൾ ഇറക്കിയപ്പോൾ എനിക്ക് വേറൊരാളുടെ വസ്തുവിൻ്റെ സൈഡിലാണ് എൻ്റെ വീട് നിൽക്കുന്നത്. ഞാൻ ഒന്ന് വെള്ളം ഒഴിച്ച് തുപ്പുന്ന വല്ലവൻ്റെയും വസ്തുവിൻ്റെ അയ്യത്തോട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചു, അച്ഛാ, ഈ വസ്തു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, സാൻകുട്ടിക്ക് മേടിക്കാനുള്ള സാമ്പത്തികം ഒന്നും ഇല്ലല്ലോ, അത് ഇപ്പം വീട് പണി കഴിഞ്ഞു, പിന്നെ നിനക്ക് ഇപ്പോൾ ഈ വണ്ടി ഓടിക്കുന്ന പണിയല്ല ഉള്ളതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെനിക്ക് ഉള്ളൂ, പക്ഷേ എന്നോട് പറഞ്ഞു 1,00,000 രൂപ ആണെങ്കിൽ നിനക്ക് 1 സെൻറ്റിന് വെച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എനിക്കത് മേടിക്കാനുള്ള സാമ്പത്തികമില്ല, എനിക്ക് വല്ലതും കുറച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛാ 90,000 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 90,000 രൂപയ്ക്ക് സമ്മതിച്ചു. എനിക്ക് എവിടുന്നാ പൈസ വന്നതുപോലും എനിക്കറിയത്തില്ല. അങ്ങനെ ആ മൊത്തം വസ്തു മേടിക്കാനുള്ള പൈസയും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും എനിക്ക് തന്നു. അതിൻ്റെ ഒരു പ്രത്യേക കാരണം, ഞാൻ ഇവിടുന്ന് കിട്ടുന്ന ഉപ്പും എല്ലാം ആ വസ്തുവിനകത്തൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പോയി ചോദിക്കുന്നത്, എല്ലാം എനിക്ക് വസ്തു തരാമോ ഇല്ലയോ എന്നൊക്കെ. സത്യത്തിൽ ഉപ്പിൻ്റെ ആ ശക്തി കൊണ്ടാണ് അതെനിക്ക് 10,000 രൂപ വെച്ച് 1 സെൻറ്റ് കുറച്ച് എനിക്ക് കിട്ടിയത്. ആ വസ്തു വാങ്ങിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മോക്കൊരു വിവാഹാലോചന വന്നത്. ഞാൻ പറഞ്ഞു, ഒരു 10 പൈസ എടുക്കാനില്ലാത്ത ഞാനിപ്പം എൻ്റെ മോടെ കല്യാണം നടത്താൻ പറ്റത്തില്ല. 3 ട്രിപ്പ് ആ വീട്ടിലെ ആൾക്കാർ എൻ്റെ വീട്ടിൽ വന്നിച്ച് പറഞ്ഞു, സാൻകുട്ടി എങ്ങനെയില്ല മോളെ കെട്ടിക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമില്ല, എനിക്ക് ഒന്നുമില്ല, എനിക്ക് നിങ്ങൾക്കൊന്നും തരാനില്ല. എൻ്റെ ഇപ്പം ഒരു കല്യാണം നടത്താൻ അറിയാമല്ലോ എന്തൊക്കെ ചിലവ് വരും എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരുന്നു പറഞ്ഞു, ഏതായാലും ഞാൻ പരിശുദ്ധ അമ്മയോടും ചോദിക്കട്ടെ, എന്നാൽ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിച്ചും എന്നോട് പറഞ്ഞു, ദൈവവിളിയുള്ള ഒരു മോനെയാണ് നിനക്ക് കിട്ടിയേക്കുന്നത്, നീ കല്യാണത്തിന് സമ്മതിക്കണമെന്ന് പറഞ്ഞു. ഞാൻ രണ്ടും കൽപ്പിച്ച് സമ്മതിപ്പിച്ചു. ഒക്ടോബർ മാസം 23-ാം തീയതി ഉറച്ചു. ഒക്ടോബർ 26-ന് കല്യാണം നടത്തി. കാനാവിലെ കല്യാണ വീട്ടിൽ തൻ്റെ കുറവുകളെ പരിഹരിച്ചു തന്ന പരിശുദ്ധ അമ്മയാണ് എനിക്കിത് നടത്തി തന്നത്. അത് കഴിഞ്ഞാൽ ഞാൻ 5-ാമത്തെ നിയോഗത്തിൽ എൻ്റെ വസ്തുവിനകത്ത് എനിക്ക് 53 വർഷമായി എനിക്ക് കിണറില്ല. എൻ്റെ സഹോദരൻ്റെ വീട്ടിൽ നിന്നാണ് എനിക്ക് വെള്ളം തരുന്നത്. അവിടെ യാതൊരു പ്രശ്നമില്ല, ഇന്നും എവിടുന്നാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാനൊരു കുഴൽക്കിണർ അടിച്ചു. 300 അടി താഴ്ചയിലേക്കാണ് ഈ അടിച്ചിട്ടും അന്നേരം വെള്ളം കിട്ടിയില്ല. ഞാൻ ഇവിടുന്ന് കിട്ടിയ ഉപ്പും പരിശുദ്ധ അമ്മയുടെ കാശുരവും വെച്ച് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. 305 അടിച്ചുടനെ ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം 315 അടിച്ച് നിർത്തി. വെള്ളം അത് പിന്നടിക്കാനൊക്കത്തില്ല, അതുപോൾക്ക് വെള്ളം ധാരാളമായിട്ട് വന്നു. ഇപ്പം ഞാൻ അവിടുന്ന് തന്നെ വെള്ളം എടുത്ത് എൻ്റെ വാഹനത്തിൽ ഞാൻ വെള്ളം ഇല്ലാത്ത വീടുകൾക്ക് ഞാൻ കൊടുക്കുകയും ചെയ്യും. അത് ഡീസലിൻ്റെ പൈസ മാത്രമേ ഞാൻ മേടിക്കത്തുള്ളൂ. അങ്ങനെ അവിടുത്തുകാർക്കെല്ലാം ഞാൻ വെള്ളം കൊടുക്കുകയും ചെയ്യും. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞത് ഇവിടുന്ന് കിട്ടുന്ന പത്രമൊക്കെ ഞാൻ വണ്ടിയിൽ പോകുന്ന ആൾക്കാർക്ക് കൊടുക്കുകയും നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിലെല്ലാം കൊടുക്കുകയും ചെയ്യും. ആ എത്ര പത്രം കിട്ടുന്നോ അത് മൊത്തം അത് കൊടുത്തേ വീട്ടിൽ വരത്തുള്ളൂ. അനാഥാലയങ്ങളിൽ ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുകയൊക്കെ ചെയ്യും. എനിക്ക് കഴിയാവുന്ന ആവശ്യമായ, എനിക്ക് സാമ്പത്തികമൊന്നുമില്ല ഇപ്പോഴും. സത്യത്തിൽ
ഈ പൈസ എല്ലാവർക്കും തിരിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷേ ഇന്നേ നാഴി വരെ ആരും എന്നോട് 5 പൈസ ചോദിച്ചിട്ടുമില്ല. ആർക്കും പലിശ കൊടുക്കുകയും വേണ്ട. സാങ്കുട്ടിയുടെ കിട്ടുമ്പോൾ ഏതെങ്കിലും കാലത്ത് തന്നാൽ മതി. മകളെ കെട്ടിക്കുകയും ചെയ്തു, എല്ലാം ചെയ്തു. ഇനിയിപ്പം ഞാൻ എങ്ങനെ കൊടുക്കുമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഞാൻ പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കുകയാണ്. തിരുക്കുമാരനോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവേ, എൻ്റെ കാര്യങ്ങളൊക്കെയും ഞാൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിലാണ് സമർപ്പിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എനിക്ക് ഭംഗിയായിട്ട് നടത്തി തരണം. എൻ്റെ കിട്ടുന്ന പൈസയൊക്കെ ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും. ഇവിടെ ഒരു 10-15 പേരെ ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും അതിൻ്റെ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എൻ്റെ ചെലവിലാണ് അവിടെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത്. എല്ലാം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു.